പഴയ സിനിമയില് കൂടുതലും റിസ്ക് എടുക്കാന്നുള്ളൊരു കാറ്റഗറി തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഫെസിലിറ്റീസ് കുറവായിരുന്നു. ഉം. ഇന്ന് നമുക്ക് പാഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റണ്ട്മാൻ നമുക്ക് ഇടി കൊള്ളുന്ന സീൻസിൽ നമ്മുടെ എല്ലാ സ്ഥലത്തും പാഡ് വയ്ക്കും ഫസ്റ്റ് ഇടി കൊള്ളുന്ന പോർഷനിലൊക്കെ. അപ്പോൾ റിസ്ക് ഇച്ചിരി കുറവാണ്. ഇപ്പോൾ റോപ്പ് ഉണ്ട്, ഉം. ബെഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സേഫ്റ്റി മാക്സിമം ചെയ്തിട്ട് ചെയ്യും. പണ്ട് പക്ഷേ റിസ്ക് ആയിരുന്നു. ഉം. ഉം. പക്ഷെ നമുക്കൊക്കെ ഇടി കൊള്ളാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചില ഷോട്ട് ഇടി ഒറിജിനൽ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും ഇടി മേടിക്കും. ഈ മാഫിയ ശശി സാറൊക്കെ മസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടോ? ഞാൻ മാസ്റ്ററിന്റെ കൂടെ ആയിരുന്നു ആദ്യം ആ, വർക്ക് ആ. ചെയ്തിരുന്നത്. മാസ്റ്ററിന്റെ കൂടെ അന്ന് എന്തൊക്കെയോ പഠിപ്പിച്ചൊക്കെ തന്നിട്ടില്ല അല്ലെ? എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇത് പുള്ളി തന്നിട്ടുണ്ടോ? ഡിസ്റ്റൻസ് ടൈമിംഗ് ആണ് കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കേരളത്തിൽ യൂണിയൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതലും നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ ഞാൻ ഇതുപോലെ ആർട്ടിൽ നിന്നിട്ട് മാസ്റ്റേഴ്സിന്റെ കൂടെ നിന്ന് ഫൈറ്റിന്റെ പോർഷനിലേക്ക് കയറി നിന്ന് പുള്ളി ടൈമിങ് അതുപോലെ ഡിസ്റ്റൻസ് ഇതൊക്കെ പറഞ്ഞു തന്ന് പുള്ളി കുറെ ടിപ്പ് ചെയ്തു തന്നിട്ടുണ്ട്.